മറ്റു വാർത്തകളിലേക്ക് പോകുന്നു. തലസ്ഥാനത്ത് കാഴ്ചയുടെ ഉത്സവം. നഗ്ന പ്രദർശനമുണ്ടെന്ന പേരിൽ ചായം പൂശിയ വീട് എന്ന ചിത്രത്തിന് സെൻസർ ബോർഡ് അനുമതി നിഷേധിച്ചത് ന്യായീകരിക്കാനാകില്ലെന്ന് സിനിമയിലെ നായിക നേഹ മഹാജൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട്. വിദേശ സിനിമകളിൽ ഇത് ആസ്വദിക്കുകയും ഇന്ത്യൻ സംസ്കാരത്തിന്റെ പേര് പറഞ്ഞ് സിനിമയെ നശിപ്പിക്കുകയും ചെയ്യുന്നത് നീതീകരണമല്ലെന്നും നേഹ പ്രതികരിച്ചു. സെൻസർ ബോർഡ് അനുമതി നിഷേധിച്ച ചായം പൂശിയ വീട് ചലച്ചിത്രമേളയിലെ മത്സര വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറാത്തി നടി നേഹ മഹാജിന്റെ ദൃശ്യങ്ങളാണ് വിവാദമായത്. സിനിമയുടെ ചെറിയൊരു ഭാഗത്ത് മാത്രമാണ് ഇത്തരമൊരു രംഗമുള്ളത്. ഇതിന്റെ പേരിൽ വലിയൊരു സന്ദേശം ഉൾക്കൊള്ളുന്ന സിനിമയെ തകർക്കാനാണ് ശ്രമിക്കുന്നതെന്ന് നേഹ പറഞ്ഞു. No connotation to the kind of nudity that I play in the film. It is a very factual kind of a nudity where it's like you're taking a shower in the bath. You cannot be wearing clothes. കഥാമൂല്യമുള്ള തിരക്കഥ ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ് പേര് പറഞ്ഞ് സെൻസർ ബോർഡ് ഇപ്പോൾ ചെയ്യുന്നത് നീതീകരിക്കാനാകാത്ത പ്രവൃത്തിയാണ്. The real Indian sensibility is very modern, so to say. We have the temples and we have so many mythological characters where there's so much nudity. ദീപ മേത്തയുടെ മിഡ്നൈറ്റ് ചിൽഡ്രനിലൂടെയാണ് മറാത്തി നടിയായ നേഹ മെഹ്റാജ് ശ്രദ്ധേയാകുന്നത്. സിനിമ കണ്ടിറങ്ങിയ മേളയിലെ ആസ്വാദകർ നൽകുന്ന പ്രോത്സാഹനമാണ് നേരത്തെ ഉണ്ടായിരുന്ന നിരാശ മാറ്റിയതെന്നും നേഹ പറയുന്നു. കെ അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.